നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാട്ടുപന്നികൾക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്ന് പരാതി. പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിലേക്ക് കർഷക സംഘം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജനവാസ മേഖലകളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്ക് നാശം വരുത്തുന്ന കാട്ടുപന്നികളെ അനുവദനീയമായ മാർഗങ്ങളിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കാത്ത തച്ചനാട്ടുകര പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് കർഷക സംഘം തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം മണ്ണാക്കാട് ഏരിയ ജോയിന്റ് സെക്രട്ടറി സി രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. CP സദരി അധ്യക്ഷത വഹിച്ചു. AK വിനോദ്, P ചാമിക്കുട്ടി മാസ്റ്റർ എന്നിവർക്കൊപ്പം മറ്റു പാർട്ടി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനം നൽകി. പന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് അതിന്റെ അധികാരം നൽകി. 2022 ശേഷം 5000-ലധികം പന്നികളെ കേരളത്തിന്റെ വിവിധ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അപകടകരകാരിയായിട്ടുള്ള അവിടെയൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന്റെ ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2025 മാർച്ച് മാസം വരേക്കും 5091 പന്നികളെ വെടിവെച്ച് കഴിഞ്ഞു. നമ്മുടെ തച്ചനാട്ടുകരയിൽ യാതൊരുവിധ പരിഗണനയും കർഷകരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാരണവശാലും ഇത്ര നീട്ടിക്കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇനിയും പഞ്ചായത്ത് ഭരണസമിതി ആ വിഷയത്തിൽ ഒരു ശ്രദ്ധയും പതിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കുക, അവരുടെ കൃഷിയെ സംരക്ഷിക്കുക, സ്വത്ത് സംരക്ഷിക്കുക, അവരുടെ ജീവൻ സംരക്ഷിക്കുക, ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കർഷക സംഘത്തിന്റെ തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു നിവേദനം നൽകാൻ നിർബന്ധിതരായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞാൻ ദീർഘമായിട്ട് ഈ സമയത്തിന്റെ ഒരു പ്രയാസം കൊണ്ട് കടയുടെ കൊണ്ട് ആ വിഷയത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമ്മൾ തുടർ പ്രക്ഷോഭങ്ങളും അനിവാര്യമായ ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടി വരുന്ന മാത്രമുള്ള സൂചന നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ ഈ ധർണ നടത്തി നിവേദനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാർഡ് മെമ്പർ ഫസീല സുഹൈൽ അധ്യക്ഷത വഹിച്ചു. മുൻ റിട്ടയർഡ് അധ്യാപകൻ T കുഞ്ഞീതു മുഖ്യപ്രഭാഷണം നടത്തി.